നമസ്കാരം. കോവിഡ് കാലം എന്ന വാക്ക് ഒട്ടും സന്തോഷകരമായ ഒരു പദമല്ല. പക്ഷേ മലയാളി കോവിഡിനെയും കോവിഡിന്റെ വകഭേദങ്ങളെയും അതിജീവിച്ച ആർജവം ഓർമ്മിപ്പിക്കും ആ വാക്ക് എന്നതിൽ തർക്കവുമില്ല. രാജ്യത്ത് 4000 കടന്നിരിക്കുന്നു ഈ നിമിഷത്തിൽ കോവിഡ് കേസുകൾ. അതിൽ 35% കേരളത്തിലാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ 5 മരണം ഇന്ത്യയിൽ സ്ഥിരീകരിക്കുമ്പോൾ 5-1 കേരളത്തിൽ തന്നെയാണ്. വാക്സിൻ ശേഷമുള്ള കോവിഡ് കാലത്ത് പഴയ ശക്തിയില്ല കൊറോണ വൈറസിനെന്ന് തന്നെ ആരോഗ്യരംഗം ഉറപ്പു പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യരംഗം സുസജ്ജമാണോ ഈ കോവിഡ് കാലത്തെ നേരിടാൻ? ഒറ്റയ്ക്ക് ശിശുമരണ നിരക്കുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജനതയാണ് നമ്മൾ. എന്നിട്ടും പകർച്ചവ്യാധികളിൽ പലതും ആദ്യം കേരളത്തിൽ കണ്ടെത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? വർഷാവർഷം മുന്നോട്ട് കുതിക്കുന്ന പകർച്ചവ്യാധി മരണക്കണക്കുകൾ സംസ്ഥാനത്തിന്റെ ആരോഗ്യ നേട്ടങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിനിടയിൽ കോവിഡ് വീണ്ടും തലപൊക്കുമ്പോൾ ഇതുവരെ കാണാത്ത ജാഗ്രത കണ്ണിൽ കൂടി കാണണോ കേരളം? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം പാനലിൽ ചേരുന്നു ഡോക്ടർ എസ് ലാൽ, ആരോഗ്യവിദഗ്ധനും കോൺഗ്രസ് നേതാവായ ഡോക്ടർ എസ് ലാൽ, ഒപ്പം ആരോഗ്യവിദഗ്ധൻ ഡോക്ടർ സന്തോഷ് കുമാർ, BJP നേതാവ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒപ്പം ഹെൽത്തി ലിവിംഗ് ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MS വേണുഗോപാൽ എന്നിവർ 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. അല്പം സമയത്തിനകം ഡോക്ടർ എസ് ലാലും നമുക്കൊപ്പം ചേരും. ആദ്യം ഡോക്ടർ സന്തോഷ് കുമാർ, വീണ്ടും ഒരു കോവിഡ് കാലം എന്ന് ദൗർഭാഗ്യവശാൽ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ഈ 5 മരണം ഇന്ത്യയിൽ സ്ഥിരീകരിക്കുമ്പോൾ അതൊന്ന് കേരളത്തിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തുന്നത് കേരളത്തിലാണ്. സ്വാഭാവികമായിട്ടും കേസുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്നത് അങ്ങനെ മുഖവിലേക്ക് എടുക്കുമ്പോൾ പോലും വലിയ ആശങ്കയിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലല്ല സംസ്ഥാനം എന്നുണ്ടോ? ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ നമ്മള് 2019 അവസാനം കോവിഡ് ലാസ്റ്റ് എപ്പിഡമിക് തുടങ്ങിയിട്ട് 22 തീരുന്നവരേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു ഇൻക്രീസ് ഒക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമ്മളത് ഈ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടത് നേരത്തെ ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരുന്ന പനിയുടെ ഒരു തോതുണ്ടല്ലോ, ആ തോത് ഇപ്പോഴത്തെ പനിയുടെ തോതും ആയിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഈ കോവിഡ് എന്ന് പറയുന്നത് മാത്രം എടുത്ത് പരിശോധിക്കുമ്പോഴാണ്, അതായത് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കോവിഡ് ആണോ, കോവിഡിന്റെ ഒരു പുതിയ എപ്പിഡമിക് ആണോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ ഒരു സംശയം തോന്നുന്നത്. മുമ്പൊക്കെ പനി വന്നിട്ട് ആൾക്കാർ ഇതുപോലെ തന്നെ ഈ പറയുന്ന മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പനി എല്ലാ സമയവും എല്ലാ വർഷവും ഒക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അത് ഇപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഭവമല്ല. അന്ന് ടെസ്റ്റിങ് വാസ്തവത്തിൽ നമുക്ക് ഒന്നും ചെയ്തിരുന്നില്ല. ഇതുപോലുള്ള പനി ഇൻഫ്ലുവൻസ പനി ആയിരിക്കാം, ഈ പറയുന്ന കോവിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സാഴ്സ് ആയിരിക്കാം, അങ്ങനെ ഒത്തിരി വിവിധ തരമുള്ള പനികൾ സാധാരണഗതിയിൽ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതായത് ഡോക്ടർ പല വകഭേദങ്ങൾ വന്നു പോയിരുന്നു. ഇത്തവണ ഈ LF7 ഒമിക്രോണിന്റെ വകഭേദമായിട്ടുള്ള LF7 അത് വലിയ ആശങ്കപ്പെടുത്തേണ്ടതല്ല, പക്ഷെ പെട്ടെന്ന് വ്യാപിക്കും, അങ്ങനെ തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടല്ലോ. അതല്ല, ഇപ്പോൾ ഈ മഴക്കാലത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന പലതരം പകർച്ചപ്പനികൾ ഒന്നുപോലെ കണക്കാക്കിയാൽ മതി എന്നുകൂടിയാണോ? ഇപ്പോഴുണ്ടാവുന്ന ഇതിന്റെ കൂടെ ഉണ്ടാവുന്ന നമുക്ക് ഡെങ്കു ചെറുതായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ട്, ഈ കോവിഡ് വന്നിട്ടുണ്ട്, സാഴ്സ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിരവധി പനികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മൊത്തം കണക്ക് മൊത്തം ഇന്ത്യയിൽ എടുക്കുമ്പോഴാണ് 4000 എന്നൊക്കെ സംഭവം മൊത്തം ഇന്ത്യക്ക് അകത്താണ് ഉള്ളത്. കേരളത്തിനകത്ത് അത് പിന്നെയും കുറവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കേസുകൾ കൂടുന്നുണ്ട് എന്ന് മാത്രമല്ല, പ്രായമായ ആൾക്കാർക്ക് ഈ പറയുന്ന കുറച്ച് മരണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്.
അപ്പോ ഇത് വെച്ചുകൊണ്ട് ഒരു എപ്പിഡമിക് ആണെന്ന് പറയാനുള്ള തോതിലുള്ള ഒരു സംഭവം അല്ല ഡോക്ടർ, അപ്പോഴും ഞാനൊന്ന് ഇടപെടുന്നത് ക്ഷമിക്കണം. പക്ഷേ ഈ 4000 കേസിൽ 35% എന്ന് പറയുന്നത് ഈ കേസുകൾ കൂടുതൽ വരുന്നത് കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നത് കൊണ്ടാണ്. എങ്കിലും ഈ 35% അതൊരു വലിയ കണക്കല്ലേ? 35% എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന 2019 മുമ്പുള്ള കണക്ക് എടുത്ത് നോക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് മുമ്പുള്ള നമ്മളൊരു 5 വർഷവും 7 വർഷവും എടുത്ത് പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പനി കൊണ്ടുണ്ടാകുന്ന മരണങ്ങളുടെ ഈ പറഞ്ഞ എണ്ണത്തിനകത്ത് ഈ ഒരു ഇത്രയും ഒരു വലിയ ഒരു ഇൻക്രീസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് എന്റെ നമ്മളിപ്പോ ഈ കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ 2019 മുമ്പുള്ള വർഷങ്ങളിൽ. നമുക്കിപ്പോ 2019 ശേഷമാണല്ലോ കോവിഡ് വന്നിട്ടുള്ളത്, ആ എപ്പിഡമിക് വന്നിട്ടുള്ളത്. അപ്പൊ എപ്പിഡമിക്കിന് മുമ്പുള്ള വർഷങ്ങളിലെ ഈ പറയുന്ന ഇതേ സമയത്തുള്ള പനിയുടെ തോത് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് അത് ഇങ്ങനെ ഒരു വലിയൊരു ഇൻക്രീസ്ഡ് ഒരു എപ്പിഡമിക്കിന്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള ഇത്രയും ഒരു 35% അലാമിംഗ് ആണ് ചോദിച്ചാൽ നമ്മൾ ഇതിനുവേണ്ടി മുൻകരുതൽ എടുക്കണമോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ബാക്കി ചികിത്സാ സംവിധാനം ഒരുക്കണമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കേണ്ടതാണ്. പക്ഷെ എപ്പിഡമിക് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഒരു അലാമിംഗ് ആയിട്ട് പടർന്നു പിടിക്കുന്ന നമ്മൾ നേരത്തെ 2019 മുതൽ 2022 വരെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഓക്കെ, ശരി ഡോക്ടർ. അപ്പോൾ അങ്ങനെ അതെ ശരി, അത്രയും അലാമിംഗ് അല്ല എങ്കിലും ഈ തരത്തിൽ 35% ഉണ്ട്. ഇന്നും മരണം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രായമായവർക്ക് അത് ബാധിക്കുന്നുമുണ്ട്, കൂടുതലായിട്ടും മരണങ്ങളിലേക്ക് കടക്കുന്നുമുണ്ട്. അത്രയും വെൽ എക്യുപ്ഡ് ആണോ കേരളത്തിലെ ആശുപത്രികൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല, അത് സർക്കാർ തലത്തിൽ അത്രയും എക്യുപ്ഡ് ആണോ ഇപ്പോൾ? 2019-22 മുതൽ നമ്മളൊരു എക്സ്പീരിയൻസ് എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും നമ്മൾ എക്സ്പീരിയൻസ് ആണ്. വാസ്തവത്തിൽ നമ്മൾ ഇത് നേരിടാൻ വേണ്ടിയിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ പോലും നമ്മൾ മെഡിക്കൽ കോളേജുകളിലെല്ലാം എല്ലാ സ്ഥലത്തും ഐസൊലേഷൻ വാർഡുകൾ, ICUs എന്തായാലും തീർച്ചയായും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മളിപ്പോ ഇതിനകത്ത് തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതിനകത്ത് C കാറ്റഗറിയിൽ വരുന്നത് വളരെ കുറവാണ്. അപ്പോ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടവരുടെ എണ്ണം തീർച്ചയായിട്ടും കുറവാണ്. ഈ ഒമൈക്രോൺ എടുക്കുമ്പോൾ തന്നെ അത് വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് എന്നുള്ളതല്ലാതെ തീവ്രത ഏറ്റവും കൂടുതലുള്ള ഒരു വൈറസ് അല്ല വാസ്തവത്തിൽ ഈ പറയുന്ന ഇപ്പോൾ വന്നിട്ടുള്ളത്. പടർന്ന് പിടിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ തീവ്രത എത്തുന്ന ആൾക്കാരുടെ എണ്ണം, ഈ രോഗം പിടിക്കുന്നവരിൽ എത്ര പേർക്ക് തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് തുലോകത്തിലോ കുറവാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേരളത്തിലുടനീളമുള്ളത്. മുമ്പത്തെക്കാട്ടി ഒരു വ്യത്യസ്തമായ സാഹചര്യം നിലനിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികൾ, മുമ്പൊക്കെ നമ്മൾ സർക്കാർ ആശുപത്രികൾ മാത്രമായിരുന്നു കോവിഡ് ചികിത്സയിൽ നമ്മൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പ്രൈവറ്റ് ആശുപത്രികൾ ഡിറ്റക്ട് ചെയ്യുമായിരുന്നെങ്കിൽ പോലും അവരത് ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഏർപ്പാടായിരുന്നു കഴിഞ്ഞ എപ്പിഡമിക്കിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോ അതിന്റെ അവസാനം വന്നപ്പോൾ പോലും ഈ പ്രൈവറ്റ് ആശുപത്രികൾ ചികിത്സിക്കുവാനുള്ള ഒരു ശേഷി നേടിയിരുന്നു എന്ന് മാത്രമല്ല അവർ വളരെ നന്നായിട്ട് ഈ കാര്യത്തിനകത്ത് അവരുടെ ഇൻവോൾവ്മെന്റ് വളരെ നന്നായിട്ട് ഇപ്പോഴുണ്ട്. അവർ റെഫർ ചെയ്യുന്നില്ല. അപ്പോ തീർച്ചയായിട്ടും ഇതൊരു നേരത്തെ ഇല്ലാതിരുന്ന ഒരു ബെഡ് സ്ട്രെങ്തും ഹ്യൂമൻ റിസോഴ്സ് സ്ട്രെങ്തും ബാക്കിയുള്ള റിസോഴ്സും ഒക്കെ പ്രൈവറ്റ് മേഖലയിൽ തുറന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു അപ്സർജ് ഉണ്ടായാൽ പോലും നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിനകത്ത് ഓക്സിജൻ ആയാലും മരുന്നിന്റെ കാര്യത്തിനായാലും നേരത്തെ തന്നെ നമ്മുടെ എല്ലാ ജില്ലാ ആശുപത്രികൾ മുതൽ ഇതിനകത്ത് സജ്ജമായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. നമുക്ക് നേരത്തെ നമ്മൾ ഡോക്ടർ അതാ ഒരു പ്രൈമറി വിലയിരുത്തൽ. അവിടെ നിന്ന് ഞാൻ ഡോക്ടറിലേക്ക് തിരികെ എത്താം. ശ്രീ MS വേണുഗോപാലിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, വാക്സിന് ശേഷമുള്ള കാലഘട്ടമാണ്, അതുകൊണ്ട് തന്നെ വൈറസിന് പഴയ പോലത്തെ ശക്തിയില്ല.
അതൊരു ആശ്വാസകരമാണ്. പിന്നെ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം കോവിഡിനെ നേരിട്ടുകൊണ്ടിരുന്ന കാലമല്ല, പ്രൈവറ്റ് ആശുപത്രികൾ ഇതിനൊപ്പമുണ്ട്. കേരളത്തിലെ ആരോഗ്യ കേരളം എന്ന് പറയുന്നത് പ്രൈവറ്റും സർക്കാരും കൂടി ചേർന്ന് അതിൻ്റെ ആകത്തുക തന്നെയാണ്. അപ്പോൾ ആരോഗ്യ മേഖല ഇതിനെ നേരിടാൻ സുസജ്ജമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനം ഇങ്ങനെ ഇത് പിന്നെ ഒരു എപ്പിഡമിക് അല്ല ഭാഗ്യവശാൽ എന്നുള്ളതുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു എപ്പിഡമിക് വന്നാൽ പോലും അത് മറികടക്കാനുള്ള വെൽ എക്വിപ്ഡ് ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം. 2019 ശേഷം എന്ന് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ പറയുന്നു. അദ്ദേഹം കേരളത്തിന്റെ ആരോഗ്യമേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അംഗീകരിക്കുന്നു? ഇല്ല, ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഭരണ സംവിധാനത്തെ സംബന്ധിച്ചോ ഒന്നും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന, നമ്മുടെ രാജ്യം നേരിടുന്ന, ലോകത്താകെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു മഹാവ്യാധി. അത് സ്വാഭാവികമായും നേരിടാൻ നമ്മുടെ രാജ്യം ഒരു സമയത്ത് മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് അതിനോട് പടപൊരുതി. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന എല്ലാ സംസ്ഥാനവും അതിന്റെ കരുതലുകൾ നടത്തുകയും രൂപീകരിക്കുകയും അതിന് സംവിധാനങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായും കാണേണ്ടത്, ഇപ്പോ നേരത്തെ കോവിഡിന്റെ ആദ്യത്തെ പ്രചരണമുണ്ടായ സമയത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ച സമയത്തും ഒക്കെ കേരളമാണ് പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഉത്ഭവ കേന്ദ്രമായി ആ സമയത്ത് വന്നിരുന്നത്. കോവിഡ് കേസുകൾ ആദ്യമേ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്ന സാഹചര്യമുണ്ടായി. മരണവും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോ നടക്കുന്ന ഇതിൽ പോലും നമ്മുടെ കഴിഞ്ഞ ജാനുവരി മാസം മുതൽ നോക്കിക്കഴിഞ്ഞാൽ മരണങ്ങൾ അതിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് കേസുകൾ അതിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, ലോകത്താകെ തന്നെ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും കോവിഡ് എന്ന് പറയുന്നത് അതിനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്രയോ കാലങ്ങളായി മാറിയിരിക്കുന്നു. കോവിഡ് അതിന്റെ വകഭേദങ്ങൾ മാറി മാറി വരുമ്പോൾ പോലും അത് ജനങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല ജീവനെ തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം കാണേണ്ടത്, അത് ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നതുകൊണ്ടാണോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ ആരോഗ്യ മേഖല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയാണ്. അത് താഴെത്തട്ടിലേക്ക് വരെ ജനങ്ങൾക്ക് അതിന്റെ സൗകര്യങ്ങൾ ലഭിക്കാനും അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാനും ഒക്കെ സൗകര്യപ്രദമായ സംവിധാനങ്ങളും PHCകളും സംസ്ഥാന തലത്തിൽ ഉള്ള സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിലാണെങ്കിലും സ്വകാര്യ മേഖലയിലെ ആശുപത്രികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായ പരിശോധനകൾ നടത്താനും അതിൽ നടപടികൾ സ്വീകരിക്കാനും ശക്തമായിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. അതേ സമയത്ത് തന്നെ ഇതിന്റെ ഡോക്ടർ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ അപർണയും ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് നേരത്തെയും ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളെയും എടുത്താൽ നമ്മുടെ അത്ര കൂടി ആരോഗ്യ മേഖലയിലോ സാമൂഹിക മേഖലയിലോ ഒക്കെ ശക്തമല്ലാത്ത പല സംസ്ഥാനങ്ങളും അവരുടെ കോവിഡ് ഉണ്ടായിട്ടുള്ളതിനെ സംബന്ധിച്ചുള്ള എണ്ണത്തെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വാദം നമ്മുടെ സംസ്ഥാനം ഉന്നയിക്കുന്നത്, രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്ത് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വാദം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ, നമുക്ക് സന്തോഷം ഇപ്പൊ അത് സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ നമ്മളുടെ പരിശോധനകൾ നടക്കുന്നു. ആ പരിശോധനകൾ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ഒരു പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ് എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, കോവിഡ് കേസുകളെ സംബന്ധിച്ചാണെങ്കിലും അതിന്റെ പരിശോധനകൾ നടത്തി, ഇപ്പോൾ RT-PCR ആണെങ്കിലും മറ്റ് പരിശോധനകളാണെങ്കിലും നടത്തി നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് വസ്തുതക്ക് നിരക്കുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ കോവിഡ് കേസുകളുടെ ഒരു മരണത്തിന്റെ റേറ്റും കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് വായിക്കുമ്പോഴാണ് അതിന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ ഏത് ഗവൺമെന്റ് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയാൻ കാരണം ഇതിലൊരു രാഷ്ട്രീയം കാണരുത് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്ത് മുതൽ ഏറ്റവും കുറവ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സംസ്ഥാനം വരെയുള്ള 36 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ലിസ്റ്റ് എടുത്താൽ ശരാശരി ഓരോ സംസ്ഥാനത്തും ഉണ്ടായിട്ടുള്ള കോവിഡ് കേസുകളുടെ ടോട്ടൽ എണ്ണത്തിന്റെ 8% മുതൽ 12% വരെയാണ് മരണ റേറ്റ് കാണിച്ചിട്ടുള്ളത്. അത് വെച്ച് നോക്കിയാൽ അതിനനുപാതമായിട്ടാണ് കേരളത്തിലെയും മരണ റേറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കോവിഡ് കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പരിശോധന അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ അവരുടെ ഡെത്ത് റേറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു, നമ്മുടെ ആരോഗ്യ മേഖല സുരക്ഷിതമാകേണ്ടതായിരുന്നു. അങ്ങനെയല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോവിഡ് അനുഭവിക്കുകയോ അതിന്
അതിന്റെ കെടുതിയിലേക്ക് പോവുകയോ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഫലമാണ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും. അല്ലാതെ കോവിഡ് കേസുകൾ ആളുകൾ വന്ന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയും അല്ലാതെ ഹോസ്പിറ്റലുകളിൽ വരുമ്പോൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായും കോവിഡ് കേസുകളുടെ എണ്ണം കൂടി എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കുറയേണ്ടതായിരുന്നു, ഡെത്ത് റേറ്റ് നമ്മൾ കുറയേണ്ടതായിരുന്നു. പക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡെത്ത് റേറ്റ് കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര വരുമ്പോൾ അല്ല, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ഈ 5 മരണം സ്ഥിരീകരിക്കുമ്പോൾ അതിൽ ഒരാൾ ഇന്ന് അത് കേരളത്തിൽ നിന്നാണ്, അതൊരു പ്രായമായ ഒരാൾ കൂടിയാണ്. അതായത് ഈ പറയുന്ന കാര്യം അതിലും ബാധകമാണ്, വളരെ വെൽ എക്യുപ്ഡ് ആണ് എന്ന് ഉള്ള വാദം തള്ളിക്കളയുക കൂടിയാണോ താങ്കൾ? ഞാൻ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നുള്ളതല്ല. നമ്മൾ ചില കാര്യങ്ങളിൽ എടുക്കുന്ന പ്രചരണമുണ്ട്. ആ പ്രചരണം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് പ്രചരിപ്പിക്കാം, നമ്മുടെ ആരോഗ്യ മേഖല ശക്തമാണ്, നമുക്ക് പ്രചരിപ്പിക്കാം. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ ശക്തമായി മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വലുതാണ് എന്ന് നമുക്ക് പ്രചരിപ്പിക്കാം. അതൊക്കെ നമ്മുടെ ഒരു സർക്കാർ തലത്തിലുള്ള പ്രചരണത്തിന്റെ ഭാഗമായി മാത്രമേ നിൽക്കൂ. പക്ഷെ യാഥാർത്ഥ്യത്തോട് അടുത്ത് വരുമ്പോൾ അതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പൊ അപർണ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ആകെയുള്ള കോവിഡ് കേസുകൾ ഏതായാലും 4500-ഓളം വരുന്ന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളം അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കൂടുതൽ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം സുരക്ഷിതമാണ്. അങ്ങനെയല്ല, നമ്മുടെ സംസ്ഥാനം സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മൾ കുറെ കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ആരോഗ്യ മേഖല ശ്രദ്ധിക്കുകയും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തപ്പെടുകയും അത് കൂടുതൽ പരിശോധന നടത്താനാണെങ്കിൽ എല്ലാവരെയും പരിശോധിക്കട്ടെ, അതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു, അവിടെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തു. കേരളം രണ്ടാമത് കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇതിൽ മരണം റിപ്പോർട്ട് ചെയ്തതാണ് കേരളമാണ്. അപ്പൊ ഞാനതുകൊണ്ട് സൂചിപ്പിച്ചത് ഒരു ഏകദേശ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ മരണം രണ്ടാമത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. അങ്ങനെ വരുമ്പോൾ പരിശോധനയാണ് നമ്മളുടെ എണ്ണം കൂട്ടിയതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ള വാദമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മരണം കുറയേണ്ടതായിരുന്നു. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഇപ്പൊ എല്ലാ സംസ്ഥാനത്തും ഉണ്ടായിരുന്ന ആനുപാതികമായിട്ടുള്ള കണക്ക് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ആരോഗ്യ മേഖല എത്ര സുശക്തമാണ്, ഹോസ്പിറ്റലുകൾ സുശക്തമാണ്, നമ്മുടെ പൊതു ആരോഗ്യ മേഖല സുശക്തമാണ് എന്ന് പറയുമ്പോഴും ഈ കോവിഡ് മാത്രമല്ല മറ്റു മഹാമാരികളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ നിപ്പ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്, മറ്റു സംസ്ഥാനങ്ങളെക്കാൾ അപ്പുറത്ത്. അപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പിന്നോട്ട് ശരി. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ആ ഒരു വാദം അത് ഇന്നത്തെ ഞാൻ ഡോക്ടർ സന്തോഷ് കുമാറിലേക്ക് കൂടെ വരാം. അതിനു മുൻപ് ശ്രീ MS വേണുഗോപാൽ, നിപ്പ ആവർത്തിക്കപ്പെടുന്നു, കോളറ കുറച്ച് പടർന്ന് അത് തിരുവനന്തപുരത്ത് തന്നെ, നമ്മൾ ഇരിക്കുന്ന ഈ ജില്ലയെ തന്നെ ആശങ്കപ്പെടുത്തിയിട്ട് പോയിട്ടേ ഉള്ളൂ, പോയോ ഇല്ലയോ എന്നും പോലും അറിയില്ല. അതിനിടയിലാണ് കോവിഡ് കേസുകൾ കൂടുന്നത്. അത് നമ്മൾ വാക്സിനേറ്റഡ് ആണ്, സുസജ്ജമാണ്, പ്രൈവറ്റ് സെക്ടറും ഇതിനൊപ്പമുണ്ട് എന്നെല്ലാം പറയുന്നിടത്ത് ആശങ്കപ്പെടേണ്ട എന്നുള്ളൊരു സാഹചര്യമല്ല ഉള്ളത് എന്ന് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറയുമ്പോൾ ഇത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയവാദമല്ല, ഇത് കൂടുതൽ ജാഗ്രത വേണ്ടതാണ് എന്ന് താങ്കളടക്കമുള്ളവരും കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഡോക്ടർ സന്തോഷ് പറഞ്ഞ പോലെ കേരളം മികച്ച ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയുള്ള സംസ്ഥാനമാണ്. പക്ഷേ അവിടെ ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത് കേരളത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. PSC നിന്ന് വരുന്ന ഡോക്ടർമാരെല്ലാം ഉന്നത നിലവാരം പുലർത്തുന്നവരാണ്. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ മാത്രമല്ല, താലൂക്ക് ഹോസ്പിറ്റൽ ഏതാണ്ട് 78 താലൂക്ക് ഉണ്ടെങ്കിൽ ആ 78ലും താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ സംവിധാനങ്ങൾ നമുക്ക് വലുതാണ്. പക്ഷേ ഈ സംവിധാനങ്ങൾ പ്രോപ്പറായി ചലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എഫിഷ്യൻ്റായ ഡോക്ടർ, പല ഹോസ്പിറ്റലുകൾ ബെഡ് കപ്പാസിറ്റി ഏതാണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ഏതാണ്ട് 75ഓളം ബെഡുകൾ മിക്ക സ്ഥലങ്ങളിലുമുണ്ട്. ഇതെല്ലാം ഇരിക്കവേ നമ്മുടെ സിസ്റ്റം ഫങ്ഷനിങ് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, ആൾക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു, അതുപോലെ തന്നെ ജെറിയാട്രിക് പ്രശ്നങ്ങൾ വളരെയധികമുണ്ട്. പല വിധത്തിലുള്ള പനികൾ, അജ്ഞാത പനികൾ വരെ നമ്മുടെ സംസ്ഥാനത്ത് കൂടി വരുന്നു. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യം താഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ സത്യം നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയാണോ അത് ആരോഗ്യ മേഖലയുടെ വിഷയമാണോ എന്നുള്ള ഡിബേറ്റബിൾ ചോദ്യമാണ്. അത് രണ്ടുമുണ്ട്. ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളാണ്, സർക്കാരിൻ്റെ ഡോക്ടർമാരും അതിൻ്റെ സംവിധാനവുമാണ്.
ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിക്കൽ സിസ്റ്റം ഉണ്ട്. നമുക്കിപ്പോൾ ഓരോ വീടുകളിൽ വരെ വന്ന് ചികിത്സിക്കുന്നതിന് ആശാവർക്കർമാർ വരെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് ഈ വിധത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പനി വരുന്നത്? പനി വരുന്നത് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ പനി വന്ന് നമുക്ക് മരണം സംഭവിക്കുന്നെങ്കിൽ അത് പനി വരുന്നത് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട്, പനി വന്ന് മരണം സംഭവിക്കുന്നെങ്കിൽ അത് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനെന്ത് സംവിധാനമാണ് നമ്മൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ സന്തോഷിനെ പോലുള്ളവർ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡോക്ടർമാരിൽ ഒരാളാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ പോലെ നൂറുകണക്കിന് ഡോക്ടർമാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ടും മറ്റു പലരിൽ നിന്നും ഉള്ള അനുഭവം കൊണ്ടും ഞാൻ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് അപാകതകളുണ്ട്. ആ അപാകതകൾ ഒന്ന് എന്ന് പറയുന്നത് ക്രൗഡിങ് ഓഫ് പേഷ്യൻസാണ്. ഓരോ ഹോസ്പിറ്റലിലും അനാവശ്യമായ ക്രൗഡിങ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ഡോക്ടർക്കും അവിടുത്തെ സംവിധാനങ്ങൾക്കും പ്രോപ്പറായിട്ട് അവരെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ റെസിഡൻസ് അസോസിയേഷനുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് വളരെയധികം നാളുകളായിട്ട് സർക്കാരിന് 90കൾ മുതൽ ഞങ്ങൾ കൊടുക്കുന്നൊരു നിവേദനമാണ് കൺസൾട്ടിങ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് എല്ലാ സ്ഥലത്തും വേണം. ഇതിപ്പോൾ നമ്മുടെ ആളുകൾ നേരെ ഞാൻ ഇടപെട്ട് പറയുന്നത് നേരത്തെ ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ ഇതാ 2020 കാലഘട്ടം പോലെയല്ല. ഇത് പ്രൈവറ്റ് ആശുപത്രികൾ റെഫർ ചെയ്യുക, മടക്കുക എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ സുശക്തമായിട്ടുള്ള ഒരു ബാക്കപ്പ് ഇവിടെ ഉണ്ട്. കേരളത്തിലെ പ്രൈവറ്റ് ബാക്കപ്പ് ഉണ്ട്. പക്ഷേ ആ ബാക്കപ്പ് നമ്മുടെ ആൾക്കാർക്ക് ഗുണകരമായി ഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് സെക്ടറിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഗവൺമെൻറ് സെക്ടറിൽ ഒരു പല്ല് പറിക്കുന്നതിന് 10 രൂപയാണ്. അതേസമയം പ്രൈവറ്റ് സെക്ടറിലേക്ക് നിന്ന് 500 മുതൽ 1000 രൂപ വരെയാണ് ഇതിന് ചിലവാകുന്നത്. അപ്പോൾ സാധാരണക്കാരനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇപ്പം നമുക്ക് ഒരു സ്ക്രീനിങ് വെക്കേണ്ടതാണ്. ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 78 താലൂക്കിലും ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് കൺസൾട്ടിങ് സെൻറ്റർ സർക്കാരിന് തുടങ്ങാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അവിടുന്ന് ആവശ്യമുള്ള അവർ വെറുതെ ഒരു 100 രൂപ കൺസൾട്ടിങ് ഫീസ് വെച്ചാൽ പോലും ആർക്കും അത് താങ്ങാൻ പറ്റാത്തതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ് യാതൊരു ബാധ്യതയുമില്ലാതെ ടെമ്പററി ആയിട്ട് വേണമെങ്കിൽ ഡോക്ടർമാരെ എടുത്തുകൊണ്ട് വരെ അത്തരം സെൻറ്ററുകൾ നടത്തിക്കാവുന്നതാണ്. ഇതെല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു, എല്ലാവരും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നു. ജില്ലാ ആശുപത്രി തന്നെ പോകില്ല, എല്ലാവരും കഴിയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ സിസ്റ്റം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ തന്നെ ഡിസോർഗനൈസ്ഡ് ആക്കുന്നു. ആ സംവിധാനം മെച്ചപ്പെടുത്താൻ ആരോഗ്യവകുപ്പിൽ ശരിയായ രീതിയിലുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇത് പരിഹരിച്ചാൽ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് ആരോഗ്യം എന്ന് പറയുന്നത് മരുന്ന് മാത്രമല്ല, അതിനുപരിയായിട്ട് ദിനചര്യ, വ്യായാമം, ഇത്തരം കാര്യങ്ങൾ നിഷ്കർഷിക്കാൻ നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾ മാത്രമല്ല സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെ അതിന് സജ്ജമായില്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലം കൊണ്ട് തന്നെ നമ്മുടെ പനി, ഈ പറഞ്ഞ പോലെ പനി വന്നാൽ മരിച്ചു പോകുന്ന അവസ്ഥ കേരളത്തിലേ അധികം ഉള്ളൂ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വരണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വേണം. ആ ഹെൽത്ത് ഉണ്ടാകുന്നതിനായിട്ടുള്ള പരിരക്ഷകൾ നമ്മുടെ സംവിധാനങ്ങളിൽ കുറവാണ് എന്നുള്ളത്. ഞാൻ തിരികെ എത്താം. ഡോക്ടർ എസ് ലാലും നമുക്ക് ഒപ്പിച്ചിരുന്നു. ഡോക്ടർ എസ് ലാൽ, വാക്സിനേറ്റഡ് ആയിട്ടുള്ള സമൂഹമാണ്, അതുകൊണ്ട് തന്നെ വൈറസിന് ആ പഴയ ശക്തിയില്ല. നമ്മൾ വെൽ എക്യുപ്ഡ് ആണ്. ഇതിപ്പോൾ സർക്കാർ മേഖല മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും ഇതിനുള്ള ചികിത്സ നടക്കുന്നു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമൊക്കെയാണ് ഡോക്ടർ എസ് സന്തോഷ് കുമാർ പ്രകടമാക്കിയത്. പക്ഷേ ഈ കോവിഡ് പരിപൂർണമായിട്ട് പോയി അല്ലെങ്കിൽ ഇനി വലിയ ശക്തി പ്രാപിക്കുകയില്ല എന്ന് കരുതിയെടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചൈനയിലൊക്കെ കോവിഡ് വീണ്ടും ശക്തമായിട്ട് വ്യാപിക്കുകയും ആശുപത്രികളിലൊക്കെ രോഗികൾ നിറയുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ഇത് ചിലപ്പോൾ ചിലതൊക്കെ പാളിപ്പോകുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. അത്രയും പാളുകയില്ല എന്ന് വിശ്വസിക്കാൻ, അത്രയും ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ പ്രാപ്തമാണോ സംസ്ഥാനം? അപർണ, ഈ ക്യാമറയുടെ സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് അതിൻ്റെ ഒരു ശാസ്ത്രവും സ്ഥിതിവിവരക്കണക്കും പറഞ്ഞു തന്നെ പോകണം. നമ്മളിപ്പോൾ അപ്പോൾ ആഗോള തരത്തിൽ നോക്കുകയാണ്. ഇപ്പോൾ WHO കണക്ക് നോക്കുകയാണെങ്കിൽ കോവിഡ് മാർച്ച് ഏപ്രിൽ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ 5 ഇരട്ടിയോളം കൂടിയിട്ടുണ്ട് കോവിഡിന്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോവിഡ് പഴയതുപോലെ ശക്തമായിട്ട് എല്ലാവരെയും കൊല്ലുന്നില്ല. വളരെ പ്രായം കൂടിയവരെ, മറ്റു അസുഖമുള്ളവരെ കൊല്ലുന്നുള്ളൂ. പക്ഷെ കോവിഡ് കേസുകൾ കൂടുമ്പോൾ
മരണങ്ങളുടെ എണ്ണവും കൂടും. അതാണ് നമ്മൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അപ്പോൾ കോവിഡ് കൂടുന്നില്ല എന്നൊരു ധാരണ വേണ്ട. കോവിഡ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് തന്നെ കോവിഡ് 90 രാജ്യങ്ങളിൽ കൂടുന്നതായിട്ട് കണക്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ NB1.8.1 എന്നൊരു വേരിയൻ്റ് ജനുവരി തൊട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10-20 രാജ്യങ്ങളിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ അല്ലെങ്കിൽ പുതിയ ജനിതക സ്വഭാവമുള്ള വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപന സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. മരണമോ അല്ലെങ്കിൽ അതുപോലത്തെ ഗുരുതരാവസ്ഥ ഉണ്ടാക്കുന്നത് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ വ്യാപനം കൂടുന്നുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കോവിഡ് കൂടുന്നുണ്ട്. കോവിഡ് ശക്തി കുറവായതുകൊണ്ട് മരണങ്ങൾ ശതമാനക്കണക്കിന് കൂടില്ല. പക്ഷേ കൂടുതൽ കോവിഡ് ഉണ്ടാകുമ്പോൾ കൂടുതൽ മരണങ്ങളുണ്ടാകും. അത് ശ്രദ്ധിക്കണം. അത് പ്രായമുള്ളവരിലും മറ്റു അസുഖങ്ങളുള്ളവരിലായിരിക്കും. പിന്നെ ഒരു പുതിയ വേരിയൻ്റ് ഉണ്ട്, അത് വ്യാപന സാധ്യത അതിന് കൂടുതലുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോവിഡ് കൂടുന്നില്ല എന്ന് നമ്മൾ ധാരണയിൽ മുന്നോട്ട് പോകരുത്. പക്ഷേ കോവിഡ് പഴയതുപോലെ അപകടകാരിയായിട്ടുള്ള മരണങ്ങളുണ്ടാകും. ഒരുപാട് ശതമാനത്തിലുണ്ടാക്കില്ല, പക്ഷേ മരണങ്ങളുടെ എണ്ണം ഉണ്ടാകും. അവിടെയാണ് കേരളത്തിൻ്റെ പ്രസക്തിയും. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയൊരു സംസ്ഥാനമാണ്. കേരളത്തിൽ ജനങ്ങളുടെ സമ്പർക്കം ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെയാണ് നമുക്ക് കോവിഡ് വ്യാപനത്തിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ കേരളത്തിൽ കണക്ക് കൃത്യമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സൂക്ഷിക്കുന്നത് കൊണ്ടും എണ്ണം കൂടിയിരിക്കും. പിന്നെ കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലായതുകൊണ്ടും കോവിഡ് കൂടി. അതിനകത്ത് നമ്മൾ ഒരു ആക്ഷേപം വേണ്ട. പണ്ട് നമ്മൾ എടുത്തത് കൂടുതൽ കേസുണ്ടായിരുന്നതിൻ്റെ എണ്ണം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഇപ്പോൾ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ കേരളം മോശമാണ്, രാജസ്ഥാനിൽ വെള്ളപ്പൊക്കം എന്ന് പറയാൻ പറ്റില്ല. കാരണം രാജസ്ഥാനിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് അറിയേണ്ടത്. അപ്പോൾ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുപോലെ കേരളത്തിൽ വായുവിലൂടെയൊക്കെ പകരുന്ന ഇതുപോലത്തെ അസുഖങ്ങൾ കൂടുതലുണ്ടാകും. അപ്പോൾ അത് നമ്മൾ അങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഇപ്പോൾ വാക്സിൻ, ഇപ്പോൾ എൻ്റെ അറിവിൽ വാക്സിൻ ഇല്ല ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ കോവിഡ് വ്യാപനം നടക്കുന്നതുകൊണ്ടും ഇപ്പോൾ ഇത്തിരി വേഗത്തിൽ നടക്കുന്നത് കൊണ്ടും ബൂസ്റ്റർ ഡോസുകളൊക്കെ കൃത്യമായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാക്സിൻ ഉള്ളതായിട്ട് അറിയുന്നില്ല. അപ്പോൾ രേഖകളൊക്കെ നോക്കുമ്പോൾ സൈറ്റിലൊക്കെ നോക്കുമ്പോഴും 0 കാണിക്കുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് വാക്സിനേഷൻ അതിൻ്റെ നമ്മൾ ഗവൺമെൻറ്റൊക്കെ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ ഉള്ളതുപോലെ സാമൂഹ്യ അകലം പാലിക്കുക, വലിയ തിരക്കുള്ളടുത്ത് പോകാതിരിക്കുക, പോവുകയാണെങ്കിൽ അസുഖമുള്ളവരാണെങ്കിൽ കഴിവതും തിരക്കിലേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം പോവുകയാണെങ്കിൽ മാസ്ക് വയ്ക്കുക. നമുക്ക് പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരോ അവയവം മാറ്റി വെച്ചിട്ട് അത് റിജക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നവർ നമ്മൾ ക്രൗഡിലേക്ക് പോവുകയാണെങ്കിൽ മാസ്ക് വെച്ച് പോവുക. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. അല്ല ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറയുന്ന പരിശോധനയുടെ എണ്ണം കൂടുന്നതിന് നമുക്ക് അത് അംഗീകരിക്കാം. പക്ഷേ ഡെത്ത് റേറ്റും ആ തരത്തിൽ കൂടുന്നത് ഈ പറയുന്ന വാദത്തെ ഖണ്ഡിക്കുന്നു എന്നുള്ളൊരു ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഡെത്ത് റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഡെത്തിൻ്റെ എണ്ണം കൂടും. ഇപ്പോൾ ഇതിൻ്റെ വ്യാപനത്തിൻ്റെ സാധ്യത കൂടുതലാണ്. പക്ഷേ ഡെത്ത് വരുന്നവരിൽ കൂടുതൽ പേർക്ക് മരണം ഉണ്ടാകുന്നതിൻ്റെ തെളിവ് ഇതുവരെ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മളിപ്പോൾ ജനസംഖ്യ കൂടുതൽ ഉള്ള സ്ഥലത്ത് 1% എന്ന് പറഞ്ഞാൽ വലിയ നമ്പറായിരിക്കും. ഇന്ത്യയിൽ 1% എന്ന് പറഞ്ഞാൽ 150 കോടിയുടെ 1%. അപ്പോൾ നമ്പർ കൂടുതൽ വരും. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. പിന്നെ ഇത് കാരണം കൂടുതൽ മരണങ്ങളുണ്ടായിട്ടുള്ളതായിട്ടൊന്നും രേഖപ്പെടുത്തപ്പെടുന്നു. ഞാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ചർച്ചകൾ വഴിമാറിപ്പോയിട്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ കണക്കുണ്ട്. ഈ വർഷം ഇതുവരെ ലെപ്റ്റോസ്പൈറോസ്, എലിപ്പനി, വളരെ വില കുറഞ്ഞ മരുന്നുകൊണ്ട് ചികിത്സിക്കാവുന്ന രോഗം കാരണം 37 പേര് മരിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്ത രോഗം കാരണം 32 പേര് കേരളത്തിൽ മരിച്ചിട്ടുണ്ട് ഇതുവരെ. റഫായിട്ട് കണക്ക് 1-2 അങ്ങോട്ട് മാറും. ഇത് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കാണ്. ഡെങ്കിപ്പനി കാരണം 16 പേര് മരിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസ, നമ്മുടെ ഫ്ലൂ കാരണം 11 പേര് മരിച്ചിട്ടുണ്ട്. ഇതിലും താഴെയാണ് കോവിഡ് വരുന്നത്. 8-9 മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ റെക്കോർഡ് ചെയ്യപ്പെടാത്തതിൻ്റെ പ്രശ്നങ്ങൾ വരാം. കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് റേബീസ് ആയിരിക്കാം. കാരണം അത് 15 പേര് മരിച്ചു കഴിഞ്ഞ വർഷം. ആ വിഷയമാണ് നമ്മൾ തുടക്കത്തിൽ എടുത്ത് പറഞ്ഞു വന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വെൽ എക്വിപ്ഡ് ആയിട്ടും എന്തുകൊണ്ടാണ് പകർച്ചവ്യാധികൾ ഇത്രയേറെ മരണമുണ്ടാകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അത് ഈ പോസ്റ്റ് കോവിഡ് ഇറയിലാണോ അതിനു മുൻപാണോ? എന്തുകൊണ്ട് ഈ പറയുന്ന എല്ലാ പനികളും, ചെള്ള് പനി അടക്കം വന്ന് അതിൽ പോലും ഈ തരത്തിലുള്ള മോർട്ടൽ അത് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു എന്ത് സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്? കേരളത്തിൽ ഞങ്ങളെപ്പോഴും വർഷങ്ങളായിട്ട് പറയുന്നതാണ്, അത് രാഷ്ട്രീയ വ്യത്യാസമില്ല, മന്ത്രിസഭ വ്യത്യാസമില്ല പറയും. നമുക്ക് കൃത്യമായിട്ട് കേരളത്തിൽ ഓണം എന്താണെന്ന് കലണ്ടറിൽ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ക്രിസ്മസും അറിയാം,
നമ്മുടെ ബക്രീദ് എല്ലാം അറിയാം. കേരളത്തിന് ഇപ്പോഴും ഒരു പകർച്ചവ്യാധി കലണ്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കപ്പെടുന്നില്ല. നമുക്ക് മഴക്കാലം വരുമ്പോഴത്തേക്കും മഴക്കാലം രോഗങ്ങൾ വരും. അതിന് സാധാരണ പത്രത്തിൽ വരുമ്പോഴും ടെലിവിഷനിൽ വരുമ്പോഴാണ് സർക്കാരും മന്ത്രിയൊക്കെ അറിയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിന് ഗവൺമെൻറ് ആദ്യമേ പറയണം. ഈ മാസങ്ങളിൽ ഇപ്പോൾ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കറിയാം, നമ്മൾ ഈ റബ്ബർ വെട്ടുന്നിടത്ത് ചിരട്ടയിലുള്ള വെള്ളം കമിഴ്ത്തിക്കളയണം, ഇത്തരം പ്രചരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല. ഇപ്പോൾ പത്രത്തിലൂടെ അല്ല സർക്കാർ അറിയേണ്ട ഡെങ്കിപ്പനി വന്നു തുടങ്ങി എന്നുള്ളത്. ഡെങ്കിപ്പനിയുടെ ഇപ്പം മഴക്കാല രോഗങ്ങളുണ്ട്, ആ ജലജന്യ രോഗങ്ങൾ ജനങ്ങൾക്ക് ഇതെല്ലാം ഓർത്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുകയും ഇതേ വരുന്നു, ഇപ്പോൾ എങ്ങനെ മുൻകരുതലുകൾ എങ്ങനെ എടുക്കണം, ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങണം. ഇത് എല്ലാ വർഷവും മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷം ഗവൺമെൻറ് റിയാക്റ്റീവാണ്, പ്രൊയാക്റ്റീവാണ് ആക്കേണ്ടത്. ഗവൺമെൻറ്റാണ് ഇത് ചെയ്യേണ്ടത്. അവിടെയാണ് ഈ പരാജയം വരുന്നത്. അപ്പോൾ മരണങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കോവിഡിനേക്കാൾ മറ്റ് രോഗങ്ങൾ കാരണം മരണം സംഭവിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഭാഗത്ത് നടക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതും ശാസ്ത്രീയമായിട്ട് പറയുകയാണ്. നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ സ്റ്റാഫുള്ള 2ാമത്തെ വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ് ആരോഗ്യവകുപ്പ്. 5000 ജനസംഖ്യയ്ക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉദ്യോഗസ്ഥരായിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നും JPH എന്ന് പറഞ്ഞിട്ട്. പോലീസിന് പോലും ഇത്ര സ്റ്റാഫില്ല. ഇത് ഉപയോഗിച്ചുള്ളൊരു സർവേലൻസ് ഒരുപാട് പരാജയമുണ്ട്. പിന്നെ 60-70% പേര് പ്രൈവറ്റ് ആശുപത്രികളിലാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ സർവേലൻസ് എത്തിപ്പെടുന്നില്ല. നിപ്പ പോലും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഗവൺമെൻറ് അതിനകത്ത് വലിയ ക്ലെയിം ഉള്ളതല്ല, പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ നല്ല കാര്യം നടന്നാൽ കേരളത്തിൽ നമുക്ക് നമ്മുടേതാണെന്ന് പറയാവുന്നതാണ്. അപ്പോൾ സർവേലൻസ് സിസ്റ്റം മോശമാകുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രതിരോധ രംഗത്ത് ഇപ്പോൾ ഈ കേരളത്തിൽ 5000 ജനസംഖ്യയ്ക്ക് 2 പേരെന്ന് പറയുമ്പോൾ ആലോചിച്ചു. ഇവരെ കൊണ്ട് സർവേലൻസും ഉണ്ടാകണം, പ്രതിരോധ പ്രവർത്തനം നടത്തിക്കുകയും വേണം. ഇവരുടെ നിന്നും ഒരു വലിയൊരു ആർമി ഉണ്ടായിരുന്നു. അതിനകത്ത് വീക്കനിങ് സംഭവിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ല, ഞങ്ങൾ ഡോക്ടർമാരുടെ ഇടയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇത് കൂടാതെയാണ് അംഗൻവാടി പ്രവർത്തകരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീടാന്തരമുള്ള ആരോഗ്യം, ഇപ്പോൾ പ്രസവം ഉണ്ടായാലും ഗർഭം ഉണ്ടായാലും മരണം ഉണ്ടായാലും ഇവരുടെ ഒരു ഇടപെടലുണ്ട്. ഇതിനകത്തൊരു വീക്കനിങ് സംഭവിച്ചിട്ടുണ്ട്. ഞാനത് രാഷ്ട്രീയമായിട്ട് പറയുന്നല്ലേ, എനിക്ക് രാഷ്ട്രീയമുണ്ട്, അതുകൂടാതെ ഹെൽത്ത് എന്നൊരു രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയം പൊതുജനാരോഗ്യമാണ്. ഇതൊക്കെ കൂടാതെ ഒരു കേരളത്തിലെ ആരോഗ്യം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നൊരു പൊതുപ്രവർത്തന നിലയ്ക്ക് ആരോഗ്യ പ്രവർത്തനത്തിലേക്ക് പറയുകയാണ്. നമ്മുടെ മന്ത്രി സ്ട്രോങ് ആയിട്ട് കാര്യമില്ല. മന്ത്രിക്ക് എല്ലാ ജില്ലയിലും പോകാൻ പറ്റും. 1000 പഞ്ചായത്തുകളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മാത്രമേ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കോളറ രോഗം ഉണ്ടായി. കോളറ രോഗം കാരണം പിന്നെ മരണം കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ കാരണം 32 മരണം. ഇതൊക്കെ കാണിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിന് ജനങ്ങളെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുക. നമ്മുടെ പ്രാക്ടീസ്, ആരോഗ്യ പ്രാക്ടീസ് ഇപ്പോഴും നമ്മൾ ഇന്നും കണ്ട് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ മനുഷ്യർ ചായ കൊണ്ട് അല്ലെങ്കിൽ ജ്യൂസ് കൊണ്ടുവരുന്ന 5 പേരിനും ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ടാണ്. അത് ജലജന്യ രോഗങ്ങൾ പകരാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇടപെടലുകൾ, ശുചിത്വം ഇല്ലാത്തന്ന് ഞാൻ രാവിലെ വരുന്ന വഴി, ഞാനിപ്പോൾ നിലമ്പൂരാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ ഈച്ച കാരണം ഞാൻ അവരോട് പറഞ്ഞു ഈച്ച. അപ്പോൾ ഇത് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ പോയിരിക്കുന്നു. ഒരു ഭക്ഷണം രാവിലെ വിൽക്കുന്ന ഭക്ഷണത്തിന് എല്ലാത്തിനും പുറത്ത് ഈച്ച ഇരിക്കുകയാണ്. അത് മനുഷ്യ മലത്തുനിന്നായിരിക്കും ഈച്ച വരുന്നത്, ജലജന്യ രോഗങ്ങൾ വരും. അപ്പോൾ അവിടുത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സും അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഉത്തരവാദിത്തമുള്ള അങ്ങനെ റെസ്റ്റോറൻറ്റ് നടത്താൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും ശക്തനായ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായാൽ പോലും കേരളത്തിൽ കാര്യമൊന്നുമില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ആഭ്യന്തരമന്ത്രി ഉണ്ടെങ്കിൽ കൊലപാതകം നടക്കായിരിക്കും സംസ്ഥാനത്ത്, ഇഫക്റ്റ് ഉണ്ടാകുമായിരിക്കും. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കണം. നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ഉള്ളതുപോലും പ്രവർത്തിക്കുന്നില്ല. പിന്നെയാണ് സന്തോഷമൊക്കെ പറഞ്ഞ് സ്വകാര്യ മേഖല, അത് അവരുടെ നന്മ കൊണ്ട് മാത്രം നടക്കണം. ഗവൺമെൻറ് സ്വകാര്യ മേഖല ആരോഗ്യ മേഖലയായിട്ട് പോലും കൂട്ടിയിട്ടില്ല പല കാര്യത്തിലും. കോവിഡ് തുടങ്ങിയപ്പോഴത്തേക്ക് സ്വകാര്യ ആശുപത്രിയിൽ കേസുണ്ടെങ്കിൽ ആശുപത്രി പൂട്ടുമെന്ന് പറഞ്ഞിട്ട് എത്ര മാസങ്ങൾ നഷ്ടപ്പെട്ടെന്നറിയാം. അവർ വലിയ റിസോഴ്സാണ്. അതിൻ്റെ സാമ്പത്തിക ചെലവും ഔട്ട് ഓഫ് പോക്കറ്റ് സ്പെൻഡിങ്ങും ഒക്കെ അത് മറുവശത്ത് നിൽക്കുമ്പോൾ തന്നെ സ്വകാര്യ മേഖല നമ്മൾ ഉപയോഗിക്കണം. ഓട്ടോറിക്ഷയും ടാക്സിയും പ്രൈവറ്റ് ബസ്സും സ്വകാര്യ മേഖലയല്ലേ. അവർ നിരോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാർ ബലം കുറയുന്നിടത്ത് പ്രൈവറ്റ് വളരും. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. ഓട്ടോറിക്ഷയുടെ നിരക്ക് തീരുമാനിക്കുന്ന, ടാക്സി നിരക്ക് തീരുമാനിക്കുന്ന അവരല്ല, ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അതുപോലത്തെ റെഗുലേഷൻ, പ്രത്യേകിച്ച് ഇതുപോലത്തെ അഡ്മിഷനെ കൂടുതൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഡോക്ടർ ഒറ്റ വാക്കിൽ ചോദിച്ചോളാം തിരികെ എത്തുന്നതിന് മുന്നേ, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ സജ്ജമാണോ? ഇപ്പോൾ ഈ പകർച്ചവ്യാധികൾ പടരുമ്പോൾ പുറത്തേക്ക് വരുന്ന മരണത്തിന്റെ കേസുകളടക്കം താങ്കൾ തന്നെ പറയുകയുണ്ടായി. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ സുസജ്ജമാണ്? തീർത്തും സജ്ജമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാനൊരു
ഒരു ഗുരുതര അവസ്ഥയുള്ള രോഗിക്ക് വെന്റിലേറ്റർ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചോദിച്ചിരിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യമാണത്. അത് കഴിഞ്ഞിട്ട് വേണം. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാവപ്പെട്ടവന് ഇത്തരം ഉപകരണം, ഇപ്പോൾ വെന്റിലേറ്റർ മാത്രമല്ല, ഇപ്പോൾ ഈ കോവിഡ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അമിതമായ ഹൃദ്രോഗം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഹൃദ്രോഗമായിട്ട് വരുന്ന ഒരാൾക്ക് പോലും കൃത്യമായി സർവീസ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മെഡിക്കൽ കോളേജുകൾ പോലും എത്തിയിരിക്കുകയാണ്. അത് ഡോക്ടർമാരുടെ കുഴപ്പമില്ല. ഡോക്ടർ സന്തോഷൊക്കെ കോവിഡ് സമയത്ത് പറയുമായിരുന്നു 1200 സ്റ്റാഫ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓടിക്കാൻ പറ്റുള്ളൂ. ഒരാളെപ്പോലും പുതുതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് അപ്പോൾ മാൻ പവറിൻ്റെ പ്രശ്നമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിച്ച കോളേജാണ്. ഒരു കട്ടിൽ 2 രോഗിയെ കിടത്താന്ന് പറഞ്ഞാൽ ആലോചിച്ചു. ഒരാൾക്ക് മെനിഞ്ചൈറ്റിസ് ആയി മറ്റേ ആൾക്ക് വയറിളക്കം ആയി പരസ്പരം രോഗം കൈമാറും. ഈ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ നമ്മൾ മന്ത്രിസഭയുടെ ബലവോ അല്ലെങ്കിൽ മന്ത്രിയുടെ ബലവോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ പിന്നെ താഴോട്ട് ആലോചിക്കാറുണ്ട്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള പല സാധനങ്ങളും പാവപ്പെട്ടവൻ വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. ഒരുപാട് തീർച്ചയായിട്ടും ഡോക്ടർ എസ് എൽ അതാണ് അതിന്റെ കാതലായിട്ടുള്ള ഒരു പോയിന്റ്. അതാണ്, അതിലേക്ക് കൂടെ വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വളരെ പെട്ടെന്ന് വീണ്ടും ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ. ഈ പരാധീനതകൾ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ വിഷയമല്ല, പക്ഷേ അത് കൃത്യമായി സജ്ജീകരണം ഉറപ്പാക്കാൻ അത് ഭരണകൂടം കാണിക്കേണ്ട ആർജവം കൂടിയാണ്. ഈ നേരത്തെ ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞ പോലെ കോവിഡ് മരണമല്ല, എടുത്തു പറയണമെങ്കിൽ ഈ പകർച്ചവ്യാധി മരണങ്ങളുണ്ട്. കോളറയും ഹെപ്പറ്റൈറ്റിസ് ബിയും എലിപ്പനിയും ഒക്കെ ആ തരത്തിൽ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾക്ക് പകർച്ചവ്യാധികൾ ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, അത് അക്കൗണ്ടബിൾ ആകുന്നില്ല, അത് വലിയ വിഷയമാകുന്നില്ല. ആ ഇടയിലേക്ക് കോവിഡ് വരുമ്പോൾ ചെറിയ ശ്രദ്ധയെങ്കിലും കിട്ടുന്നത് കൊണ്ട് കുറച്ചുകൂടെ ജാഗ്രതയുണ്ട്. അതിനർത്ഥം ആരോഗ്യ മേഖല സുസജ്ജമാണ്, ശക്തമാണ് എന്നാകുന്നില്ലല്ലോ. ഇതിനകത്ത് ഒരു പ്രധാനമായിട്ട് നമ്മൾ വിട്ടുപോയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ടെസ്റ്റിങ്ങിന്റെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രോട്ടോകോള്, ഇത് ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കേരളവും ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അതിനകത്ത് ഈ ഒരു ഒമൈക്രോണിന്റെ അതുപോലെയുള്ള ഒരു സ്വഭാവമുള്ള വൈറസ് ആയതുകൊണ്ട് തന്നെ അതിന് മരണനിരക്ക് വളരെ കുറവാണ്. അപ്പോ പ്രധാനമായിട്ടും ഇതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി എ, ഡോക്ടർ എന്നോട് ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഡോക്ടർ എന്നോട് ക്ഷമിക്കും. ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി കെ ശൈലജ, വലിയ ഒരു കോവിഡ് ആശങ്കകളൊക്കെ അതിജീവിച്ച ആ റെക്കോർഡുമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം, ആ ഖ്യാതി ഉണ്ടായിരുന്നതാണ് താങ്കൾ തന്നെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്തും. വീണ്ടും ഒരു കോവിഡ് വകഭേദം വരിക, പക്ഷേ ആ വകഭേദം വരുന്ന സമയത്ത് പലതരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ പടരുകയും ആ തരത്തിലുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മഴക്കാലവുമാണ്. സുസജ്ജമാണോ കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്തവണത്തെ ഈ കോവിഡിനെ മറികടക്കാൻ? കേരളത്തിലെ ആരോഗ്യ മേഖല പൊതുവെ പൊതുജനാരോഗ്യ ശൃംഖല വളരെ ശക്തമാണ്. അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ നമ്മൾ കോവിഡിനെ നേരിട്ടിരുന്നത്. മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേക ബുദ്ധിമുട്ട്, വൾണറബിലിറ്റി എന്ന് പറയും, അത് കേരളത്തിനുണ്ട്. അത് ഏത് പകർച്ചവ്യാധി വരുമ്പോഴും അതിന്റെ കാരണം നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എത്ര സുസജ്ജാണെങ്കിലും നമുക്ക് വെല്ലുവിളികളായിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ ജനസാന്ദ്രതയാണ്. നമ്മൾ ഇത്രയും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. 860 ഒരു സ്ക്വയർ കിലോമീറ്റർ നമ്മുടെ ജനസാന്ദ്രത. അത് നമുക്ക് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറെ പ്രിക്കോഷൻ, ഏറെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഒരു പകർച്ചവ്യാധിയുടെ മുന്നിൽ. അതുപോലെ തന്നെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ നമുക്ക് വളരെ കൂടുതലാണ്. ഏകദേശം 20% മൊത്തം പോപ്പുലേഷന്റെ ജനസംഖ്യയുടെ. അപ്പൊ അതും ഈ കോമോർബിഡിറ്റി ഉള്ളവർക്ക് കോവിഡ് വരുമ്പോഴാണ് മരണകാരണമായിട്ട് കൂടുതലും മാറുന്നത്. അപ്പൊ ആ വശവും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതുകൊണ്ട് കോവിഡിന്റെ മുന്നൊരുക്കങ്ങളിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒന്ന് ഈ പകർച്ച തടയാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് കണ്ടെയ്ൻമെന്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞത്. എന്നാൽ പഴയതുപോലെ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി നമുക്ക് അങ്ങനെ അതിനെ നേരിടാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ജനങ്ങളിൽ നല്ല ബോധവൽക്കരണം ഉണ്ടാക്കിക്കൊണ്ട് പനിയോ ജലദോഷമോ ഉള്ളവർ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളത് നിർബന്ധമാക്കണം. അതുപോലെ അത്തരമുള്ള ആളുകൾ വീട്ടിലും പരസ്പര സമ്പർക്കം ഒഴിവാക്കിയിട്ട്, ഇപ്പൊ ഏത് പനിയാന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഏത് തരത്തിലുള്ള പനിയോ ചുമയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഐസൊലേഷൻ, വീട്ടിനകത്ത് തന്നെ ഒരു ബബിൾ അവനവൻ സൃഷ്ടിക്കുക എന്ന് സാധാരണ പറയാറുണ്ട്. മറ്റുള്ളവർക്ക് പകരാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ മുഴുവൻ ജനങ്ങളും സന്നദ്ധമാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ ആശുപത്രികളിൽ ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ വകുപ്പ്. എല്ലാ ആശുപത്രികളിലും പനി ക്ലിനിക്ക് ഇപ്പൊ അടിയന്തരമായിട്ട് നമ്മൾ
പിന്നെ തുറന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തുറക്കേണ്ടതാണ്. അപ്പൊ ആ പനി ക്ലിനിക്ക് വഴി സംശയകരമായിട്ടുള്ള കേസുകൾ ഉടനെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഐസൊലേറ്റ് ചെയ്യുക അവരെ എന്നുള്ളതാണ് ഏറ്റവും പക്ഷേ ശ്രീമതി കെ ശൈലജ, ഡോക്ടർ എസ് എസ് ലാലും നമുക്കൊപ്പം ഈ പാനലിനകത്തുണ്ട്. അദ്ദേഹം കോൺഗ്രസ് നേതാവ് എന്നത് ഉപരി ഒരു ആരോഗ്യ വിദഗ്ധൻ കൂടിയാണല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഇവിടെയുള്ള സ്ഥിതി എത്രത്തോളം മോശമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാറിനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. പകർച്ചവ്യാധികൾ വരുമ്പോൾ, ഓപ്പറേഷൻ വരുമ്പോൾ രോഗികൾക്ക് പോയി സാധനം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ബേസിക് ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു എപ്പിഡമിക് പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ കടക്കും ജനത എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവില്ലേ? കേരളത്തിലെ ആശുപത്രികളിൽ ഈ പറയുന്ന അപകടമൊന്നും ഇല്ല. കാരണം നമ്മള് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ കമ്പയർ ചെയ്യേണ്ടത് മറ്റു സംസ്ഥാനങ്ങളെയോ മറ്റു രാജ്യങ്ങളിലെയോ സ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. കേരളം എന്ന് പറയുന്ന ഈ കുഞ്ഞു സംസ്ഥാനത്ത് വളരെ ചെറിയ റവന്യൂ വരുമാനമുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ. ലോകം മുഴുവൻ നമ്മളെ പ്രകീർത്തിച്ച, പലരും അതിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് മരണസംഖ്യ മറച്ചുവെച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അത് എനിക്ക് ഒരു സങ്കടം തോന്നിയിട്ടുള്ള 2020 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 2020 അവസാനം എക്സസ് ഡെത്ത് അനാലിസിസ് നടത്തിയപ്പോൾ 2019 മരണം കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം. അന്ന് മരണസംഖ്യ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരണം ജനറൽ ഡെത്തിൽ പോയി ചേരും. കാരണം അത്രയധികം കൃത്യമായിട്ടുള്ള 100% ഡെത്ത് രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലം. 2021 നമുക്ക് അല്പം കൂടിയിട്ടുണ്ട്. അസംബ്ലി ഇലക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് മിങ്കിൾ ചെയ്തു. പിന്നെ ഡെൽറ്റ വേരിയന്റ് ആ സമയത്താണ് വന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് മരണം കൂടിയിട്ടുണ്ട്. എന്നാൽ അത് മറ്റു പല പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കണക്കുകൾ ശരിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള എക്സസ് ഡെത്തിന്റെ ഡാറ്റ അനാലിസിസ് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ആ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇത് സാധിച്ചത് ഒറ്റക്കെട്ടായി ജനങ്ങൾ ആകെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് താരതമ്യേന മെച്ചപ്പെട്ട പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമ്മളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനൊക്കെ നമ്മൾ അങ്ങനെയാണ് വിജയിപ്പിച്ചത്. എത്ര ആളുകളാണ് അതിൽ വോളണ്ടിയർമാരായിട്ട് ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ തരത്തിൽ തന്നെ ഉറപ്പായിട്ടും ഇപ്പോ നമ്മള് എനിക്ക് തോന്നുന്നത് അത്ര ഭയക്കേണ്ടതില്ല. കാരണം ഇപ്പോഴുള്ള JN1 എന്ന് പറയുന്ന വേരിയന്റ്, അതായത് അത് പഴയതുപോലെ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല എന്നാണ് വിദഗ്ധർ. നമുക്കറിയില്ലല്ലോ, ഇത് ഡോക്ടർമാരും വിദഗ്ധരുമാണ് ഇത് പറയുന്നത്. SS ലാലിനും സന്തോഷിനും ഒക്കെ അത് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ. എന്നാൽ നമ്മളതിനെ നെഗ്ലക്ട് ചെയ്യാനേ പാടില്ല. കാരണം ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കും. ഗവൺമെന്റ് തന്നെ, ആരോഗ്യ വകുപ്പ് അതിനുള്ള നടപടിക്രമം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ പകർച്ച മറ്റ് ഇടങ്ങളിൽ ഇല്ലാത്ത വിധം നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, നന്ദി. കെ ശൈലജ ടീച്ചറാണ് പ്രതികരിച്ചത്. ഡോക്ടർ SS ലാലിന് അതിന് മറുപടി ഉണ്ടാവും. ഞാൻ ഡോക്ടറിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ എസ് സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ ഡോക്ടർ SS ലാൽ പറഞ്ഞ വാദത്തെ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട്. ബേസിക് ആയിട്ട് ചില വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ഉന്നയിക്കപ്പെടുമ്പോൾ അത് മെഡിക്കൽ കോളേജിൽ താങ്കൾക്ക് തന്നെ നേരിട്ടറിയുന്നത് ഡോക്ടർമാരുടെ കുറ്റമല്ല. ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇനി അതൊരു വലിയൊരു ഏതെങ്കിലും ഒരു എപ്പിഡമിക്കിലേക്ക് പോകുമ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല എന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ടെസ്റ്റിംഗിന്റെ കാര്യത്തിന് കുറിച്ചൊരു ചർച്ച നമ്മൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ കാറ്റഗറി എയും കാറ്റഗറി ബിയും വാസ്തവത്തിൽ അവര് വീട്ടിലിരുന്ന് ചികിത്സിച്ചാൽ മതിയാകും എന്നുള്ളത് കൊണ്ടാണ്. അല്ല ഡോക്ടർ, ഞാൻ കോവിഡിന്റെ മാത്രമല്ല ചോദിക്കുന്നത്. ഡോക്ടർ SS ലാൽ പറഞ്ഞത് അയ്യോ ഈ പകർച്ചവ്യാധികൾ ഇങ്ങനെ പടരുന്ന ഒരു സമയത്ത് കോവിഡ് വരുന്നു, ആ പകർച്ചവ്യാധികളെ സുസജ്ജമായി നേരിടാൻ പ്രാപ്തമല്ല നമ്മുടെ പൊതു ആരോഗ്യ മേഖല എന്നുള്ളൊരു വിഷയമുണ്ട്. അതിനിടയിൽ വരുന്ന കോവിഡ് എന്നതാണ് വിഷയം. തീർച്ചയായിട്ടും നമ്മൾ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളത് ബൂസ്റ്റപ്പ് ചെയ്തത് വാസ്തവത്തില് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമ്മൾ അങ്ങനെ എല്ലാ സ്റ്റാഫിനെയും നിയമിക്കാനോ ഇല്ലെങ്കിൽ ആവശ്യമുള്ളത് നിയമിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു മൊത്തമായിട്ട് ഇന്ത്യ ഒരു പോപ്പുലേഷന്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ കഴിയാറില്ല. അത് ശരിയാണ്. പക്ഷെ അതേസമയം നമ്മളത് ബൂസ്റ്റപ്പ് ചെയ്ത് പല വിധത്തിലാണ് വോളണ്ടിയേഴ്സ് ആയിട്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ നിയമിക്കുക. അതുപോലെ തന്നെ കോവിഡ് ആർമി എന്ന് പറഞ്ഞിട്ട് ഒരു പറ്റം ആൾക്കാര് നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ട് ട്രെയിൻ ചെയ്തിട്ട് ആ സമയത്ത് മാത്രമായിട്ട് ഒരു സർജ് വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് നിയമിച്ചിട്ട് ടെമ്പററി ആയി ആൾക്കാരെ നിയമിച്ചുകൊണ്ടുള്ള പരിപാടികൾ.
അങ്ങനെ നിരവധി ഇതുപോലെ ഹെൽത്ത് സെന്ററുകളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കൂടാതെ ഈ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഏറ്റവും കൂടുതൽ രോഗം വന്നിട്ടുള്ളവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള അധികമായിട്ടുള്ള സെന്ററുകൾ ഉണ്ടാക്കുക. അങ്ങനെ നിരവധി അത് മനസ്സിലായി. ആ തരത്തിലുള്ള പാരൽ സംവിധാനങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ആശാ വർക്കർമാർ പോലും മാസങ്ങളോളം സമരം നടത്തിക്കൊണ്ടേയിരുന്ന നാടാണ്. ആ കാലത്തൊക്കെയാണ് ഇത് ഇനി അന്നത്തെ പോലെ എന്തെങ്കിലും ഒരു ശക്തമായ രീതിയിലേക്ക് വ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അതല്ലാതെ നമ്മൾ നമ്മുടെ കാലത്ത് തന്നെ നിന്നുകൊണ്ട് സുശക്തമായിട്ട് നേരിടാൻ കഴിയുന്ന അവസ്ഥയിലല്ല പൊതു ആരോഗ്യ മേഖല എന്ന് ഡോക്ടർ എസ് എസ് ലാൽ പറയുന്നതിനൊപ്പമാണോ താങ്കൾ? എനിക്ക് വാസ്തവത്തിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഞാന് അപർണ, നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഞാനതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും അതിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതിന്റെ രാഷ്ട്രീയം കാണരുത് എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഡോക്ടർ ലാൽ പറഞ്ഞത്, അദ്ദേഹം എത്രയോ കാലമായി പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖനായിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടർ സന്തോഷൊക്കെ അവരെല്ലാം ആ രംഗത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മളുടെ മുൻപിലുള്ളത് ചില സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ പുറത്തു വരുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീമതി ഷൈല ടീച്ചർ പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളത് ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതേസമയം തന്നെ കണക്കുകൾ പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി സുതാര്യവും അതോടൊപ്പം തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലും വേണ്ടി പറയാൻ. ഇപ്പൊ ഡെൻസിറ്റി ഏറ്റവും കൂടിയത് കൊണ്ടാണ് കേരളത്തിൽ ഈ തരത്തിൽ കേസുകൾ ഉണ്ടാകുന്നത്. നമുക്ക് അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കൂടി പരിശോധിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ അതേ ഡെൻസിറ്റി, നമ്മളെക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉള്ള ആളുകളല്ലേ അവിടുത്തെ പല സിറ്റികളും. അവിടെയെല്ലാം എത്രയും സംഭവിച്ചിട്ടുള്ളത്? ഇത് കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം എന്ന നിലക്ക് നമ്മുടെ ഡെൻസിറ്റി നോക്കുമ്പോൾ നമ്മൾ 1000-നോടടുത്ത് അല്ലെങ്കിൽ 935, 940 എന്നൊക്കെ പറഞ്ഞ ഡെൻസിറ്റിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിനേക്കാൾ എത്രയോ ഡെൻസിറ്റിയുള്ള സിറ്റികൾ, ഇപ്പൊ മുംബൈ സിറ്റിയിൽ എത്രയോ പെട്ടെന്നാണ് കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ള വാർത്ത ഭീതിജനകമായി പടർന്നത്. പക്ഷെ അവിടെ കൺട്രോൾ ചെയ്യപ്പെട്ടില്ലേ? ഡൽഹിയിൽ കൺട്രോൾ ചെയ്യപ്പെട്ടില്ലേ? അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് കൺട്രോൾ ചെയ്യപ്പെടാത്തത് കൊണ്ടല്ല, എന്റെ ഒരു വിലയിരുത്തൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു ഗവൺമെന്റ് എന്നുള്ളത് മാറ്റിവെച്ചാൽ മറുഭാഗത്ത് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച ആശാ വർക്കർമാരുടെ സമരം, ഈ കോവിഡ് പ്രശ്നം നടക്കുമ്പോൾ ആശാ വർക്കർമാരുടെ സമരമില്ല, ഇപ്പോഴാണ് ആശാ വർക്കർമാരുടെ സമരമുള്ളത്. നമുക്കതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് പ്രളയമുണ്ടായാലും പകർച്ചവ്യാധികൾ ഉണ്ടായാലും ഏത് വിഷയമുണ്ടായാലും രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു കെട്ടുറപ്പുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ എങ്കിൽ പോലും ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് സ്കൂളുകൾ തുറന്നിരിക്കുന്നു. നമ്മൾ ഭയക്കേണ്ടത് ആശാവർക്കർമാരുടെ സമരത്തെ അല്ല ആഭരണ. ഞാൻ കാണുന്നത് ആശാവർക്കർമാർ എന്ന് പറയുന്നത് എത്രയോ എണ്ണം, അവരുടെ എണ്ണത്തിന് ലിമിറ്റ് ഉണ്ടല്ലോ. പക്ഷെ കേരളത്തിൽ സ്കൂളുകൾ തുറന്നിരിക്കുന്നു. സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികൾ വരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിന്റെ ഇരട്ടിയിലധികം മാതാപിതാക്കളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ സംവിധാനങ്ങളും കേരളത്തിൽ ഇനി 1, 2, 3 മാസക്കാലം യാത്ര അതാണ് തീർച്ചയായിട്ടും യെസ് ശ്രീ എം എസ് വേണുഗോപാൽ, അതാണ് ഇത് ഈ ഒരു കാലം കുട്ടികളെ ബാധിക്കുന്നത്, പ്രായമുള്ള ആൾക്കാരെ ബാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ 2020 ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല ഈ പാരലൽ ആരോഗ്യ സംവിധാനങ്ങൾ എന്നുള്ള മറ്റൊരു വിഷയം. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് നെഗറ്റീവായിട്ട് കാണുന്നില്ല, പക്ഷേ ചിലതൊക്കെ നമ്മൾ നേരത്തെ പ്രിക്കോഷൻ എടുക്കണമല്ലോ. ഇനി ഒരു ദുരന്തം നമുക്ക് സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇതിനു മുമ്പൊക്കെ മഴക്കാലപൂർവ്വ പ്രതിരോധം നമുക്ക് പതിവായിരുന്നു. അപ്പോൾ അത് റെസിഡൻസ് പ്രൊവിഷനെ ബന്ധപ്പെടുത്തുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തുക, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് പല പദ്ധതികൾ നടപ്പിലാക്കുക, ഇതൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അത് ഒരുപക്ഷെ എനിക്കൊന്ന് ഈ മഴയൊക്കെ വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നപ്പോൾ അതിലേക്ക് അങ്ങ് പോയോ എന്നറിയില്ല. എന്തായാലും സാധാരണഗതിയിൽ ഈ മഴക്കാല പൂർവ്വ ഒരു മുൻകരുതൽ ആരോഗ്യവകുപ്പ് നടത്താറുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. ഇത്തവണ അത് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായ ഒരു സത്യമാണ്. അത്തരത്തിലുള്ള പതിവുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് പകർച്ചവ്യാധികൾ വ്യാപിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് സർക്കാർ തലത്തിൽ
വളരെയധികം ആലോചിക്കേണ്ടത്. ഡോക്ടർ എസ് എസ് ലാൽ, അതിൽ ആ ചോദ്യത്തിലാണ് അവസാനിക്കുന്നത്. നിലമ്പൂർ ഇലക്ഷനിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ. ഈ സമയത്ത് കോവിഡ് വ്യാപനം ശക്തമാകുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ, പക്ഷേ എങ്കിലും നമ്മൾ ഈ നേരത്തെ പലരും പറഞ്ഞതുപോലെ കേരളത്തിൽ ജനം ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ശൈലജ ടീച്ചർ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കേരളത്തിലെ ജനസംഖ്യ കൂടുതൽ ആയിരിക്കുമ്പോഴും കേരളത്തിലെ സാക്ഷരതയും വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരത. അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ആ കോവിഡ് സമയത്ത് എൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവേഷണം നടത്തിയപ്പോഴത്തേക്കുണ്ട് 95% പേര് മാസ്ക് ധരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ജനങ്ങൾക്കാണ് കൈയ്യടി കൊടുക്കേണ്ടത്, അവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മന്ത്രിസഭയുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ജനങ്ങളെ അവർ ആരോഗ്യബോധമുള്ള ജനങ്ങളായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ചില കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ, ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ശൈലജ ടീച്ചർ പറഞ്ഞത് ശരിയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, രാജസ്ഥാനിൽ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ജനസാന്ദ്രതയും ജനങ്ങളുടെ തമ്മിലുള്ള ഇടപെടലുകളും കൂടുതലായതുകൊണ്ട് നമുക്ക് കോവിഡ് കൂടും. നമ്മൾ അതിനകത്ത് യാഥാർത്ഥ്യം പറയണം. അവിടെയാണ് നമുക്ക് ഈ പ്രശ്നം. കോവിഡ് കൂടുതലായതുകൊണ്ടല്ല, ഫ്ലൂ നമുക്കാണ് കൂടുതൽ. പക്ഷേ അതിനകത്ത് കള്ളക്കണക്ക് നമ്മൾ കാണിക്കരുതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശൈലജ ടീച്ചർ വ്യക്തിപരമായിട്ട് പറഞ്ഞതല്ല, എന്തോ സിസ്റ്റത്തിൽ കണക്ക് തെറ്റിച്ച് കാണിച്ചിരുന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ആയുർദൈർഘ്യം പറയുമ്പോൾ നമ്മൾ പറയും അമേരിക്കയ്ക്ക് തുല്യമാണെന്ന് പറയും. അന്നേരം താരതമ്യം അമേരിക്കയായിട്ടാണ്. നമ്മൾ പ്രശ്നം പറയുമ്പോൾ നമ്മൾ UP-യേക്കാൾ മെച്ചമാണ്. അത് രണ്ടും കൂടെ പറ്റില്ല. അപ്പോൾ നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് പരാജയപ്പെടുമ്പോൾ എന്ത് ചോദിക്കുമ്പോൾ ഈ കോളനിയിൽ എല്ലാ പിള്ളേരും തോറ്റവരിന് അവനാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മെച്ചമല്ല. അല്ലെങ്കിൽ ഒരാൾ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ താൻ കൈക്കൂലി വാങ്ങിച്ചോ നിൽക്കുക, ബാക്കിയെല്ലാം 5 ലക്ഷം വീതം വാങ്ങിച്ചു, ഞാൻ 1 ലക്ഷം വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ കേരളത്തിന് സുതാര്യമായിരുന്നു, കണക്കിൽ നമ്മൾ കള്ളം കാണിക്കില്ലായിരുന്നു. അത് തുടരണമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിപരമായിട്ടും പറയുന്നതല്ല. പിന്നെ 1-2 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം. നമ്മൾ ഈ ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഏത് ഗവൺമെൻറ് ഭരിച്ചും ഞാൻ പറയും. കാരണം ഞാൻ ചികിത്സയാണ് പഠിച്ചിരിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പൊതുപ്രവർത്തനമുണ്ട്, എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടി വരുന്നുണ്ട് മനുഷ്യരുടെ അസുഖ പ്രശ്നങ്ങളിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഫ്രാക്ചേഴ്സ്, ഒടിവുകളും ഉദരത്തുൾപ്പെടെ മുറിവുകളായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനെ തിരുവനന്തപുരം മെഡിക്കൽ 2 മണിക്കൂർ കിടന്നിട്ട് നോക്കാത്തതുകൊണ്ട് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഞാനും കൂടെ ഉൾപ്പെടെയാണ് സഹായിക്കുന്നത്. 30 ലക്ഷം രൂപ ഈ കുട്ടിയുടെ അച്ഛൻ സഹകരണ ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞു. ഇതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഇത് സമയപരിമിതി കൊണ്ടാണ്. ആരോഗ്യ മേഖല സുശക്തമാണോ എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. ഒരു പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയം കൂടിയാണ് ഈ മഴക്കാലത്ത്. കൃത്യമായിട്ട് അതുണ്ടാകുന്നുണ്ടോ, ജനങ്ങൾക്ക് അവബോധം നൽകുക, ആരോഗ്യ കാര്യത്തിലേറെ ശ്രദ്ധാലുക്കളായിട്ടുള്ള ജനങ്ങളെ അത് പ്രത്യേകമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഭരണകൂടം ശ്രമിക്കേണ്ട എന്നുള്ള കാരണമുണ്ട്. ഏതായാലും സമയപരിമിതി കൊണ്ടാണ് എനിക്ക് വീണ്ടും അതിലേക്ക് കടക്കാൻ കഴിയാത്ത എന്നോട് ക്ഷമിക്കുക. കോവിഡിനെ നേരിടാൻ ആരോഗ്യ കേരളം ഇപ്പോൾ പ്രാപ്തമാണോ എന്ന് നമ്മൾ ജനങ്ങളോട് ചോദിച്ചപ്പോൾ 61% പ്രേക്ഷകർ അതെന്ന്, 39% പ്രേക്ഷകർ അല്ല എന്നും പറയുന്നു. വളരെയധികം നന്ദി ഡോക്ടർ എസ് എസ് ലാൽ, MS വേണുഗോപാൽ, ഡോക്ടർ SS സന്തോഷ് കുമാർ നമുക്ക് ഒപ്പം ചേർന്നതോടൊപ്പം അഡ്വക്കേറ്റ് P കൃഷ്ണദാസിനും പ്രത്യേകം നന്ദി. നമസ്കാരം.